രാജശ്രീ. ഏവർക്കും രാജീസ് കറി ലാബിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പീച്ചിങ്ങ മെഴുകുവരട്ടിയാണ്. ആ മെഴുകുവരട്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. പച്ചമുളക് ഇട്ട് പീച്ചിങ്ങ ഇതേപോലെ മെഴുകുവരട്ടി തയ്യാറാക്കുമ്പോൾ അത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കിലോ എടുക്കേണ്ട ഈ പീച്ചിങ്ങയായിട്ട് അരിഞ്ഞെടുത്തത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താണ്. ഒരു മീഡിയം സവാളയുടെ പകുതി ഇതുപോലെ അരിഞ്ഞെടുത്തത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, 8 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. കുറച്ച് കറിവേപ്പില, ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നു നോക്കാം. മെഴുകുവരട്ടി തയ്യാറാക്കാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഞാനതിലേക്ക് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. സവാള ഒന്ന് വാടിയെടുക്കും. സവാളയുടെ കളറൊന്ന് പതുക്കെ മാറുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സവാള പതുക്കെ വാടിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തേക്കേണ്ട. അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. ഞാനതിലേക്ക് പീച്ചിങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ മുളക് പൊടി ചേർത്തത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അതിനൊരു കളർ അത്ര ഭംഗി കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയായി, കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ ചേർത്തത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചെടുക്കാം. തീ കൂട്ടി കൊടുത്തേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് തീ കുറച്ച് കൊടുത്താൽ മതി. മൂടി വയ്ക്കാൻ കേട്ടോ. അല്ല, പീച്ചിങ്ങയിൽ വെള്ളം നന്നായിട്ട് വന്നിരിക്കണം. അത് പീച്ചിങ്ങയുടെ തന്നെ വെള്ളം കേട്ടോ, ഞാൻ ഒഴിച്ചു കൊടുത്തതല്ല. പിന്നെ എരിവ് കുറവാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് 2 മുളകും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാ, ഉപ്പില്ലാഞ്ഞതുകൊണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. അപ്പം നമ്മുടെ മെഴുകുവരട്ടി റെഡിയാവും. ഇതിങ്ങനെ മൂടിക്കിടന്ന് വേവട്ടെ. നമ്മുടെ പീച്ചിങ്ങ എന്തായാലും നോക്കാം. പീച്ചിങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. പീച്ചിങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ കളറൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഈ കളറായിരിക്കുന്നുള്ളൂ, പക്ഷേ കറിക്ക് നല്ല എരിവുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. പീച്ചിങ്ങയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. കറിയൊക്കെ റെഡിയായി. ഇനി ഞാൻ അതിലേക്ക് ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. പീച്ചിങ്ങ മെഴുകുവരട്ടി റെഡിയായി. ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളുടെ പീച്ചിങ്ങ മെഴുകുവരട്ടി റെഡിയായി കഴിഞ്ഞു. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു 15 മിനിറ്റ് വരെ നമുക്ക് വേണ്ടി വന്നില്ല. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വെറൈറ്റി ഡിഷുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.